Good morning, Anas Mubarak. Good morning, Abhilash. സ്ട്രീം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഇച്ചിരി വൈകി. രാവിലെ ഒരു ചെറിയ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഇത്തിരി വൈകിപ്പോയത്. ഒന്ന് സ്റ്റേബിൾ ആയിട്ടുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ ടുഡേ വി സി എ ഡി സി ആൻഡ് ഡി എ സി കൺവേർട്ടർ, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പാർട്ട് 2. അപ്പോൾ നമുക്ക് ഇന്നലത്തെ ക്ലാസ് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത സർക്യൂട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്യൂട്ട് സൈമൾട്ടേനിയസ് എ ടു ഡി കൺവേർട്ടർ, സോ അതർവൈസ് ഓൾസോ കോൾഡ് ആസ് ഫ്ലാഷ് കൺവേർട്ടർ. ഇപ്പോൾ ആക്ച്വലി ദ നെയിം ഫ്ലാഷ് കംസ് ഫ്രം ദി സ്പീഡ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ കൺവേർട്ട്. അതായത് ഇവിടെ ഫ്ലാഷ് എന്നുള്ള മീനിങ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഈ സൈമൾട്ടേനിയസ് എ ടു ഡി കൺവേർട്ടറിനെ ഫ്ലാഷ് കൺവേർട്ടർ എന്നും വിളിക്കാം. സോ ദിസ് ഈസ് ദ പാർട്ട് വി ഹാവ് സീൻ യെസ്റ്റർഡേ. ഇതാണ് നമ്മുടെ ഇന്നലെ കണ്ട പാർട്ട്. ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. വരച്ച ഇത്രയും ഭാഗമാണ് ഞാൻ ഇന്നലെ വരച്ചത്. ഇതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ഈ സൈഡിലേക്ക് ഇത്രയും സർക്യൂട്ടാണെന്ന് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഹിയർ ദിസ് ഈസ് കോൾഡ് ആസ് ദി സൈമൾട്ടേനിയസ് A to D converter is also called as flash converter. So due to the speed in which it can convert an analog signal ടു ഡിജിറ്റൽ സിഗ്നൽ. ഇപ്പോൾ ഇവിടെ ഗുഡ് മോർണിംഗ് അതുല്യ ദാസ്. ഡിജിറ്റൽ സിഗ്നൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എ ഡി സി എന്ന് പറയുന്നത്, എ ഡി സി അഥവാ എ ടു ഡി കൺവേർട്ടർ എന്ന് പറയുന്നത്, അതിൻ്റെ റോൾ എന്ന് പറയുന്നത്, അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് സൈമൾട്ടേനിയസ് കൺവേർട്ടറിലാണ് ഇത് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത്. ഓൾദോ ആക്യുറസിയും മറ്റും ഇവിടെ കുറവാണ്. കാരണം ഇതിൻ്റെ നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന റെസൊല്യൂഷൻ അതുപോലെ ആക്യുറസിക്കും ഒക്കെ ഒരു ചെറിയ ലിമിറ്റ് ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഈ സർക്യൂട്ട് പലപ്പോഴും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. കാരണം പെട്ടെന്ന് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഈ ഫ്ലാഷ് കൺവേർട്ടർ അഥവാ സൈമൾട്ടേനിയസ് എ ടു ഡി കൺവേർട്ടറാണ് യൂസ് ചെയ്യുക. So let us see the details of the circuit. ഇവിടെ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഒരു അനലോഗ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ we are applying an analog input and we can see there are various reference voltages. These are fixed voltages which serve as one of the inputs to the comparators. So you can see that the comparator has two input. Each comparator has two input. One input is a fixed reference voltage and the voltages can be fixed. ഒരു അർജൻറ്റ് കോൾ ഉണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഗുഡ് മോർണിംഗ്. ഓൺലൈൻ ക്ലാസ്സിലാണ്. തുടങ്ങി പെട്ടെന്ന് പറഞ്ഞാൽ. അത് കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും ഇമേജിൽ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഓതറൈസ് സെൻറ്റർ അറിയണമെങ്കിൽ വെറുതെ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. വയനാട്ടിൽ ഇവിടെ അല്ലെങ്കിൽ ബത്തേരി, കൽപ്പറ്റ ബത്തേരിയിലുണ്ടാവും ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ. ഞാൻ ഉച്ച കഴിഞ്ഞ് കോളേജിലുണ്ടാവും. ഓക്കെ, ശരി. ഓക്കെ. സോറി, അർജൻറ്റ് കോളായിരുന്നു. ഞാൻ വേറെ ബില്ലിൻ്റെ ലൈബ്രറിയിലൊരു
അത്യാവശ്യ കാര്യത്തിനാണ് വിളിച്ചതെന്ന് വിചാരിച്ചത്. അപ്പം അവിടെ ഒരു നമുക്ക് കുറച്ച് ബുക്സ് വന്നിട്ടുണ്ട്. ഏകദേശം 44,000 രൂപയുടെ ഇലക്ട്രോണിക്സ് ബുക്സ് ഇന്നലെ പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരുപാട് റെഫറൻസ് ബുക്കുകൾ ഇനി ലൈബ്രറിയിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കാര്യമായി നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us continue. Here the comparator has a fixed voltage reference shown as in the, say, you can say from the lower end you can see the first comparator plus V by 4, and in the second comparator we are using plus V by 2, and in the third comparator we are using plus 3V by 4. But plus V by 4 as a quarter value of the maximum voltage V. അപ്പോൾ വി എന്ന് പറയുന്ന വോൾട്ടേജിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇവിടെ ഫുൾ വി, എൻറ്റയർ വോൾട്ടേജ് വി, ദെൻ 3/4 the value of V, then 1/2 the value of V, then 1/4 the value of V. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനെ 4 ക്വാർട്ടറായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് എൻറ്റയർ വോൾട്ടേജ് വിയും പിന്നെ ഓരോ ക്വാർട്ടറും 1/4 വി എന്ന് പറഞ്ഞാൽ വി ബൈ 4 പ്ലസ് വി ബൈ 4, ദെൻ 1/2 വി, ഹാഫ് ദി വോൾട്ടേജ്, ഹാഫ് ദി മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് വി ബൈ 2, ദെൻ 3/4 ദി എൻറ്റയർ വോൾട്ടേജ് എന്ന് പറയുന്നത് 3V by 4 പ്ലസ് 3V by 4. അങ്ങനെയാണ് നമുക്കിവിടെ V by 4 പ്ലസ് V by 4 പ്ലസ് V by 2 പ്ലസ് 3V by 4. കൂടാതെ എൻറ്റയർ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഇവിടെ ഈ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വോൾട്ടേജിനെ, അതായത് ഈ വോൾട്ടേജിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ബൈനറിയിൽ നമുക്ക് എത്ര ലെവൽസാണ് വരിക? കാരണം ഡിജിറ്റലിൽ നമുക്കിവിടെ 2 ബിറ്റാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ 2 ബിറ്റ് വെച്ച് നമുക്ക് മാക്സിമം പോസിബിൾ ലെവൽസ് എന്ന് പറയുന്നത് 2⁻² ഈക്വൽ ടു 4 ലെവൽസ് ആണ്. സോ വി ഹാവ് 4 ലെവൽസ്, 4 voltage levels. So we can take the first voltage level at say starting with the maximum voltage. We have the maximum voltage ഒരു ലെവൽ, then 3/4 V അടുത്ത ലെവൽ, then V by 2 അതായത് പ്ലസ് V by 2 എന്ന് പറയുന്നത് അടുത്ത ലെവൽ, then പ്ലസ് V by 4 എന്ന് തന്നെ ലാസ്റ്റ് ലെവൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലെവൽസ് ആക്കി ഇതിനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ വരുന്ന ബൈനറി അഥവാ ബിറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കാം. അതായത് 2⁻0 ഇങ്ങനത്തെ ലെവൽ, 2⁻0 എന്ന് പറയുന്ന LSB, 2⁻1 എന്ന് പറയുന്ന MSB. ഇങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന വോൾട്ടേജസും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറിയാണ്. അപ്പോൾ ഇവിടെ വോൾട്ടേജസ് എന്ന് പറയുന്നത് മാക്സിമം അല്ലെങ്കിൽ നമുക്ക് മിനിമത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 0 എന്ന് പറയുന്ന വോൾട്ടേജ് ലെവൽ, 0 എന്ന് പറയുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വോൾട്ടേജ് ലെവലുണ്ട്. ദെൻ 0-1 കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത വോൾട്ടേജ് ലെവലുണ്ട്. അടുത്ത 10 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത വോൾട്ടേജ് ലെവലുണ്ട്. ദെൻ ഫൈനലി 11 എന്ന് പറയുന്ന, അതായത് മാക്സിമം വോൾട്ടേജ്. ഇത്രയും വോൾട്ടേജ് ലെവൽസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ ബിറ്റ് പൊസിഷൻ അനുസരിച്ച്, അതായത് MSB അല്ലെങ്കിൽ LSB, ഇവിടെ ഈ കാണുന്നതാണ് ഇവിടെ MSB എന്ന് പറയുന്നത്, ഈ കാണുന്നതാണ് LSB എന്ന് പറയുന്നത്. ഈ MSB അല്ലെ LSBയിലുള്ള ബിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിനനുസരിച്ചാണ് നമ്മളിവിടെ വോൾട്ടേജസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് C1, 3 ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കമ്പാരേറ്റർ C1, C2, C3, C1, C2, C3. ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട്സ് ഒന്നെങ്കിൽ ഹൈ ആയിരിക്കും അല്ലെങ്കിൽ ലോ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട്സ് ലോ അല്ലെങ്കിൽ ഹൈ ആണെന്നനുസരിച്ച് ഇവിടെ ഒരു കോഡിംഗ് നെറ്റ്വർക്ക് ഉണ്ട്. ആ കോഡിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ നെറ്റ്വർക്കാണ്, ഒരു ഡിജിറ്റൽ സർക്യൂട്ടാണ്. ഈ ആൻഡ് ഓർ ഗേറ്റ്സ്, അത്തരത്തിലുള്ള ലോജിക് ഗേറ്റ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു കോഡിംഗ് നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ നിന്നും ഔട്ട്പുട്ട് നേരെ റീഡ് ഗേറ്റ്സിലേക്ക് വരുന്നു. റീഡ് ഗേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വലി ഇവിടെ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഈ കോഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് നേരെ
ഒന്ന് ലാച്ച് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒന്ന് ബഫർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ ആണ് ഇവിടെ റീഡ് ഗേറ്റ്സിനുള്ളത്. സോ ആക്ച്വലി ദിസ് ഈസ് കണക്റ്റഡ് ടു ദ റീഡ് ഗേറ്റ്സ് ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദ റീഡ് ഗേറ്റ്സ് ഗോസ് ടു ദി SR flip-flop. So you have already studied about SR flip-flop and the output of the SR flip-flop, namely Q output മാത്രം എടുക്കും. Q bar നമ്മൾ ആവശ്യമില്ല. Q output will serve as the lower latch SR latch or flip-flop. Q output serve as 2 raised to 0 or the LSB output, and the second SR flip-flop serves the output Q output serves as the 2 raised to 1 or the MSB. ഇപ്പോൾ ഇതൊരു 2 ബിറ്റിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. 2 ബിറ്റ്, അതായത് 2 ബിറ്റ് ഉപയോഗിച്ച് നമുക്ക് 4 വോൾട്ടേജ് ലെവൽസ് പോസിബിളാണ്. ഇത്തരത്തിൽ നമുക്ക് അത് 4 ബിറ്റിലേക്ക് നമുക്ക് കണക്കാക്കാം, അത് 8 ബിറ്റിലേക്ക് നമ്മൾ കണക്കാക്കാം. അങ്ങനെ ഓരോ ബിറ്റ് നമ്മൾ, അതായത് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് ബിറ്റ്സ് കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് വോൾട്ടേജ് ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ കൂട്ടാൻ കഴിയും. ഉദാഹരണത്തിന് 10 എന്ന് പറയുന്നൊരു വോൾട്ടേജാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ സപ്പോസ് വി ഹാവ് 10 ദ വാല്യൂ ഓഫ് വി ഈസ് ഈക്വൽ ടു 10 ആണെങ്കിൽ ഇവിടെ V/2 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 വോൾട്ട്. ദെൻ V/4 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2.5 വോൾട്ട്. സോ ഓൺ. ഇനി ഇപ്പോൾ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ലെവൽസ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മാക്സിമം വോൾട്ടേജ് V, ദെൻ V/2. ഇനി ഇതിൻ്റെ V/2ൻ്റെയും വിയുടെ ഇടയ്ക്ക് ഒരു വാല്യൂ കൂടെ ഉള്ളത് 3V/4 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് 3/4 V ഉണ്ട്. 3/4 V എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 7.5 വോൾട്ട്. അപ്പോൾ നമുക്ക് ഇതിനെ 4 വോൾട്ടേജ് ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ നമുക്ക് നമ്പർ ഓഫ് ബിറ്റ്സ്, ഇതിപ്പം നമ്മൾ 2 ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതായത് 2 ബിറ്റ് എന്ന് പറയുന്നത് ഇത് ലോവർ ബിറ്റും ഇത് ഹയർ ബിറ്റും, LSBയും MSBയും. അങ്ങനെ ഇതിന് പകരം നമ്മൾ വേണമെങ്കിൽ ഇതേ സർക്യൂട്ടിൽ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഇത് നമുക്ക് 4 ബിറ്റ് ആക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? ഇവിടെ ഇത് 4 ബിറ്റ് ആക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് ലെവൽസ് എന്ന് പറയുന്നത് നമുക്ക് കൂട്ടാൻ കഴിയും, അല്ലേ? സോ സപ്പോസ് വി ആർ ടേക്കിംഗ് 2 raised to 4, then what is the number of levels equal to 2 raised to 4 is equal to 16 levels. 16 ലെവൽസിലേക്ക് നമുക്കിതിനെ മാറ്റാൻ കഴിയും. ഇനി എത്ര ആണോ നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ്, ആ ബിറ്റിനനുസരിച്ച് സപ്പോസ് 3 ആണ് നമ്മൾ നമ്പർ ഓഫ് ബിറ്റ്സ് ഉപയോഗിക്കണമെങ്കിൽ ദെൻ യു ഗെറ്റ് 2 raised to 3 is equal to 8 ലെവൽസ്. അപ്പോൾ ഈ കാണുന്ന ഈ 10 വോൾട്ടേജിനെ, 10 എന്ന് പറയുന്ന മാക്സിമം വോൾട്ടിനെ 8 അല്ലെ 16 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഓരോ ലെവലും എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 8 നമ്മൾ 4 എന്ന് പറയുന്നതിന് പകരം 4 ലെവൽസ് എന്നുള്ളതിന് പകരം ഇത് 8 ലെവൽസിലേക്ക് പോവുകയാണെങ്കിൽ എത്രയായിരിക്കും ഇത് വരിക? ഇതിൻ്റെ വീണ്ടും പകുതി വരും. 2.5ക്ക് പകരം ദാറ്റ് വിൽ ബിക്കം 1.25, അല്ലേ? ഓരോ 1.25 അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇവിടെ നമ്മൾ ഇതിൻ്റെ വോൾട്ടേജ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയും. ലെവൽസ്, ദി നമ്പർ ഓഫ് ലെവൽസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ആൻഡ് ദിസ് ഈസ് ഹൗ we can use this circuit. അപ്പോൾ ഇവിടെ ഒരിക്കൽ കൂടെ പറയാം, അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഇവിടെ അനലോഗ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V, ഇതൊരു വേരിയബിൾ വോൾട്ടേജ് ആണെന്ന് നമ്മൾ കരുതാം. തൽക്കാലം നമുക്കിത് ഇലസ്ട്രേഷനിലെ നമ്മുടെ എക്സ്പ്ലനേഷൻ സൈക്കിന് വേണ്ടി നമ്മൾ 10 വോൾട്ട് എന്ന് ഫിക്സ് ചെയ്യുക. എത്രയെങ്കിലും ഒരു മാക്സിമം വോൾട്ട് V എന്ന് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കമ്പാരേറ്ററിൻ്റെ റെഫറൻസ് വോൾട്ടേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ഇൻപുട്ട് V എന്ന് പറയുന്നത് എക്സീഡ് ചെയ്യാം, അല്ല അതിൽ കുറവായിരിക്കാം. ചിലപ്പോൾ V/4 കൂടുതലായിരിക്കാം. അങ്ങനെ ഉണ്ട് ഈ കമ്പാരേറ്റർ ഔട്ട്പുട്ട് C1 എന്ന് പറയുന്നത് ഹൈ ആവും. ഇനി അത് V/2 അധികമാണെങ്കിൽ ഈ 2 കമ്പാരേറ്ററും, അതായത് C1ഉം C2ഉം ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി അത് 3V/4 കൂടുതലാണെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് അത് V/4 V/2 3V/4 കൂടുതലാണെങ്കിൽ ഇത് മൂന്നിൻ്റെ റെഫറൻസ് വോൾട്ടേജുകൾ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് അത് ഇവിടെ ലോവർ ലെവൽ V/4 ക്രോസ് ചെയ്യുന്നു. ഓൾറെഡി 3V/4 കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ +V/4 ക്രോസ് ചെയ്യുന്നു, +V/2 ക്രോസ് ചെയ്യുന്നു, +3V/4 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എല്ലാ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ടും ഹൈ ആവും. അത്തരത്തിൽ ഇവിടെ 1-1-1 എന്ന് പറയുന്ന പാറ്റേൺ വരും.
അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ v/4 വന്നാൽ this becomes 0 0 0 1, and if it crosses v/2 it becomes 0 1 1. Then if it crosses 3v/4 that becomes 1 1 1. So that at each voltage level we can say that the output of the comparator will change and give a particular bit pattern. ഈ ബിറ്റ് പാറ്റേൺ ആണ് നമ്മുടെ കോഡിംഗ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ നമുക്ക് കിട്ടിയാൽ അതിന് കാരണം നമുക്ക് ഓൾറെഡി പറഞ്ഞു 4 ലെവൽസിലേക്ക് 2 ബിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഡയറക്റ്റ് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു കോഡിംഗ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഈ കിട്ടുന്ന കോഡിനെ, ഈ കമ്പാരേറ്റർ ഔട്ട്പുട്ട് കോഡിനെ മറ്റൊരു 2 ബിറ്റ് കോഡായിട്ട് മാറ്റണം. ഇതൊരു 2 ബിറ്റ് കോഡായിട്ട് മാറ്റുന്നതാണ് ഇവിടെ കോഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. സോ ആക്ച്വലി ദെൻ ഇറ്റ് ഗീവ്സ് എ 2 ബിറ്റ് ഔട്ട്പുട്ട്, and using the 2 bit output we can represent the 4 voltage levels. ഇവിടെ കൂടുതൽ അധികം ഉണ്ടെങ്കിൽ ഇപ്പോൾ കമ്പാരേറ്ററിൻ്റെ എണ്ണം ഫോർ എക്സാമ്പിൾ ഇവിടെ 3 എന്നുള്ളത് ചിലപ്പം 7 ആകാം. കാരണം 8 വോൾട്ടേജ് ലെവൽസ് കിട്ടണമെങ്കിൽ 7 കമ്പാരേറ്റർ ആവശ്യമുണ്ട്. 1 2 3 4 ഇതേപോലെ സിമിലറായിട്ട് 7 എണ്ണം വരും. അപ്പോൾ 7 കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ടായിരിക്കും കോഡിംഗ് നെറ്റ്വർക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. അതിൻ്റെ ഔട്ട്പുട്ട് നേരെ റീഡ് ഗേറ്റ്സിലേക്ക് പോകണം. ഇപ്പോൾ ഇവിടെ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ 2 ബിറ്റ് സൈമൾട്ടേനിയസ് A to D കൺവേർട്ടറിൽ ഇത്തരത്തിൽ നമുക്ക് 2 ഔട്ട്പുട്ടാണ്, 2 ബിറ്റേ ഉള്ളൂ, 2 ബിറ്റ് ഔട്ട്പുട്ടാണ്. അത് നേരെ റീഡ് ഗേറ്റ്സിലേക്ക് പോകുന്നു. റീഡ് ഗേറ്റ്സിലേക്ക് പോയിട്ട് അവിടെ നിന്നും നേരെ SR ലാച്ച് അഥവാ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്കാണ് ഈ റീഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിധത്തിൽ റീഡ് ഗേറ്റ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു റീഡ് എന്ന് പറയുന്നത് നമ്മളൊരു കൺട്രോൾ സിഗ്നൽ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സ്ട്രോബിംഗ് സിഗ്നലാണ്. റീഡ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നൽ അഥവാ സ്ട്രോബ് സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് മാത്രം ഈ ഗേറ്റ്സ് ഇതിൻ്റെ ഔട്ട്പുട്ട് റീഡ് ചെയ്യും. അതായത് ഇതൊരു ആൻഡ് ഗേറ്റ് ആയിരിക്കും. ഈ ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് റീഡ് എന്ന് പറയുന്ന ഒരു സ്ട്രോബ് സിഗ്നലിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കൺട്രോൾ സിഗ്നലിലേക്ക് കൊടുക്കുക. ആ റീഡ് എനേബിൾ ചെയ്യുമ്പോൾ ഹൈ ആകുമ്പോൾ മാത്രം if the read pulse allows read operation, then അവിടെ റീഡ് പൾസ് ഹൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ റീഡ് പൾസ് ഹൈ ആണെങ്കിൽ റീഡ് അലൗ ചെയ്യും. അങ്ങനെ ഈ ഇവിടെ ഉള്ള ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ ആൻഡ് ഗേറ്റുകളാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു റീഡ് പൾസിലേക്ക്, ഇത്തരത്തിലൊരു റീഡ് പൾസിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻഡ് ഗേറ്റിൻ്റെ ഈ റീഡ് പൾസ് ഹൈ ആവുന്നു. കോഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നമുക്ക് സി എന്ന് കാണിക്കാം. കോഡിംഗ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ആൻഡ് ഗേറ്റിൻ്റെ സെക്കൻഡ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതിനനുസരിച്ച് റീഡ് സിഗ്നൽ കൺട്രോൾ ലൈന് ഹൈ ആണെങ്കിൽ മാത്രം, അതായത് റീഡ് പൾസ് ഹൈ ആണെങ്കിൽ മാത്രമേ അലൗ ചെയ്യുള്ളൂ. അപ്പോൾ റീഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ട് അതനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടും. ഈ റീഡ് ഗേറ്റ്സിൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ച് അത് SR ലാച്ച് അഥവാ SR ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് വരും. ആ ഇൻപുട്ടിനനുസരിച്ച് അത് ലാച്ച് ചെയ്യും. ഇപ്പോൾ ലാച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്താണോ ഇൻപുട്ടിൽ കൊടുക്കുന്നത് ആ ഇൻപുട്ടിനെ അവിടെ ഹോൾഡ് ചെയ്യുക എന്നുള്ള പർപ്പസാണ്. സോ ഇവിടെ ഒരു ഹോൾഡിംഗ് എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ലാച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. സോ യൂസിങ് ദി SR latch we are holding these output values, and finally at the output of the SR latch we get the digital output corresponding to the analog input. ഇവിടെ V എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിജിറ്റൽ അഥവാ ബൈനറി ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് A to D converter, which is called simultaneous A to D converter, and it is capable of fast conversion rates. So it can convert the analog voltage at a fast rate. Therefore this type of converter is also called as a flash converter. ഇതിനെ ഫ്ലാഷ് കൺവേർട്ടർ എന്നും നമുക്ക് വിളിക്കാം. Now next we are moving to the second before discussing about other types of A to D converters such as a counter ramp and successive approximation A to D converter, we have to discuss about D2A converter. കാരണം D2A കൺവേർട്ടറിലുള്ള ഒരു ലോജിക്ക് നമ്മൾ A to D കൺവേർട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന A to D അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ D2A കൺവേർട്ടറിൻ്റെ ഒരു
ബൈനറി ലാഡർ എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഈ ബൈനറി ലാഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. കാരണം ഇതാണ് ഇതിൻ്റെ കൺവേർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയാം. സോ ഇവിടെ നമ്മുടെ നെക്സ്റ്റ് പറയുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് D2A കൺവേർട്ടർ. D2A കൺവേർട്ടർ, ദാറ്റ് ഈസ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. അപ്പോൾ ഈ D2A കൺവേർട്ടറിലുള്ള ഈ ലാഡറിനെ, ഇതിനെ ലാഡർ നെറ്റ്വർക്ക് എന്ന് പറയുക, അഥവാ നമ്മൾ ബൈനറി ലാഡർ എന്ന് പറയും. ഇറ്റ്സ് കോൾഡ് ladder network or also called as a binary ladder, also called as R2R ladder network. ലാഡർ നെറ്റ്വർക്ക്, ഇതിനെ ബൈനറി ലാഡർ അഥവാ R2R ലാഡർ നെറ്റ്വർക്ക് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ടേമാണ് ഈ ബൈനറി ലാഡർ എന്ന് പറയുന്നത്. ബൈനറി ലാഡർ അഥവാ R2R ലാഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ്. ഇതിനെ ഈ പറയുന്ന സർക്യൂട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മളടുത്ത ശ്രമം എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദി ബൈനറി ladder or R2R ladder network, and this forms an important part of the D2A converter. ഈ D2A കൺവേർട്ടറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ പറയുന്ന ബൈനറി ലാഡർ അഥവാ R2R ലാഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So Muhammad Mustafa, good morning. Abanya Tabi, good morning. Anas Mubarak, good morning. Abhilash, good morning. Marjana Farbin, good morning. Adulya Das, good morning. ഇത് ഞാൻ ഇച്ചിരി സ്ട്രീം ഇച്ചിരി ലേറ്റായി, ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി. പക്ഷേ എനിക്ക് തോന്നുന്നു അടുത്ത അവർ നിങ്ങൾക്ക് ഫ്രീ ആണ്, വേറെ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഫ്രീ സ്ലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് പ്രശ്നമില്ലയെന്ന് തോന്നുന്നു. ഇനി അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളത് ഓഫ്ലൈൻ വ്യൂ ചെയ്തിട്ട് ഹാങ് ഔട്ട്സിൽ റെസ്പോണ്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു D2A converter or digital to analog converter principle, and here we are discussing about an important R2R ladder network, or which is also called as a binary ladder, and this forms an important part of the D2A converter. So what is the importance of this circuit? Let us see. Here you can see that this is the voltage input or voltage output. Analog voltage output can be represented by VA, so which is an analog output voltage. ഇത് ഒരു അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഈ കാണുന്ന VA എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ കാണുന്ന ഈ 2⁻0, 2⁻1, 2⁻2, 2⁻3 എന്ന് പറയുന്നത് ദീസ് ആർ ആക്ച്വലി ഡിജിറ്റൽ ഇൻപുട്സ്. അപ്പോൾ ഇത് നമുക്ക് ഡിജിറ്റൽ ഉണ്ട്. ഞാനിവിടെ കുറച്ച് സ്ഥലം കുറവായതുകൊണ്ട് ഇതിനെ ഒന്ന് റബ്ബ് ചെയ്യുകയാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ ഒന്ന് കാണിക്കാം. സോ ദീസ് ആർ ദി ഡിജിറ്റൽ ഇൻപുട്സ് അല്ലേ, ദീസ് ആർ ദി ഡിജിറ്റൽ ഇൻപുട്സ്. സോ ബൈനറി ലാഡർ ഓർ ഓൾസോ R2R ladder network. ഇപ്പോൾ ഈ ഡിജിറ്റൽ ഇൻപുട്ട്സ് അഥവാ ബൈനറി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ഔട്ട്പുട്ട് കിട്ടണം. സോ ഇവിടെ D2A കൺവേർട്ടർ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനലോഗ് ഔട്ട്പുട്ട് കിട്ടണം. സോ വിച്ച് ഈസ് കോൾഡ് ആസ് ദ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ or a D2A converter, and this forms an important part of the D2A converter. ഇവിടെ നമുക്ക് കാണാവുന്നത് ഈ ടെർമിനൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വാല്യൂ 2R ആണ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആസ് എ ടെർമിനൽ റെസിസ്റ്റൻസ്. കാരണം VA എന്ന് പറയുന്നത് അനലോഗ് വോൾട്ടേജ് ആണ്, ഔട്ട്പുട്ടാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ
ഇതിനെ നമുക്ക് പറയാം ടെർമിനൽ എൻഡ് എന്ന് പറയാം. സോ ദി ടെർമിനൽ എൻഡ് ഹാസ് എ റെസിസ്റ്റൻസ് വാല്യൂ ഈക്വൽ ടു 2R. സോ നമുക്ക് R എന്ന് പറയുന്ന ഒരു വാല്യൂ, ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ലെറ്റ് R ബി എനി ഫിക്സഡ് റെസിസ്റ്റൻസ് വാല്യൂ. ഈ ഫിക്സഡ് റെസിസ്റ്റൻസ് വാല്യൂ R എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ R എന്ന് പറയുന്നത് ഒരു 10 ഓം എന്നോ അല്ലെ ഒരു 100 ഓം എന്നോ നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് R എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 2R എന്ന് പറയുന്നത് 20 ആയിരിക്കും. സോ സപ്പോസ് R is equal to 10 ohms, then 2R means 2 times R or 2 into 10 equal to 20 ohm. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ ഇൻ്റർമീഡിയറ്റ് നമുക്ക് കാണാം, 2 നോഡ്സ് തമ്മിൽ ഇവിടെ ABCD എന്ന് പറയുന്ന 4 നോഡ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഈ നോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ജംഗ്ഷൻ വിച്ച് ഈസ് ഫോംഡ് ബിറ്റ്വീൻ ദീസ് R ആൻഡ് 2R. അപ്പോൾ ഇവിടെ ആറും 2Rഉം തമ്മിലുള്ള ജംഗ്ഷനെയാണ് ഈ നോഡ് എന്ന് വിളിച്ചിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ ആറും 2Rഉം തമ്മിലുള്ള ഒരു ജംഗ്ഷനാണ് ഇവിടെ കാണുന്നത്. ഇങ്ങോട്ടേക്ക് R, ഈ ബ്രാഞ്ചിലേക്ക് 2R, ഇവിടെ ഈ ബൈനറി ഇൻപുട്ട് കൊടുക്കുന്ന ഈ ബ്രാഞ്ചിലേക്കും 2R. അപ്പോൾ ഇതിനെ നമുക്ക് നോഡ് A എന്ന് വിളിക്കാം. അടുത്തത് ഇവിടെ R, ഇവിടെ R, ഇങ്ങോട്ടേക്ക് 2R. ഇത് അടുത്ത നോഡ് B, അടുത്തത് നോഡ് C, അടുത്ത നോഡ് D. സോ ആക്ച്വലി we can see that the terminal resistance is 2R and also the inputs 2 raised, namely 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. These are the digital inputs, and the digital inputs connecting to the node are also connected through resistance value 2R. അപ്പോൾ ഇവിടെ ടെർമിനൽ റെസിസ്റ്റൻസും 2R ആണ്, അതേസമയം ഇവിടെ ഇൻപുട്ടിലേക്കും 2R ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഇവിടെ between adjacent nodes, say A and B, and also similarly B and C and D, we can say that the resistance is R instead of 2R, that is R. ഇവിടെ R ആണ് ഇവിടെ Aയും Bയും തമ്മിലും, Bയും Cയും തമ്മിലും, Cയും Dയും തമ്മിലും. സോ ഇത്തരത്തിലുള്ള ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ R2R ലാഡർ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദി ലാഡർ ഷേപ്പ്. ഇതിനൊരു ലാഡറിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ലാഡർ എന്ന് പറയുന്നത് ഇതിനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു വെർട്ടിക്കൽ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാം. നമുക്ക് സാധാരണ ഒരു ലാഡറിലുള്ളത് പോലെ ഇതേപോലെ ഒരു ലാഡർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ലാഡറിൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള ഈ ബ്രാഞ്ചുകളൊക്കെ, ഇങ്ങനെയുള്ള കാണുന്ന ഈ കണക്ഷൻസൊക്കെ 2R ആവുകയും ഇവിടെ സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഏതെങ്കിലും ഒരു സൈഡേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇതിനെ നമ്മൾ R എന്ന് പറയുന്നത്. അപ്പോൾ ഈ R2R ലാഡർ എന്ന് പറയാനുള്ള മീനിങ് വരാനുള്ള കാരണം ഇതിൻ്റെ സ്ട്രക്ചറാണ്. So due to its peculiarity or a structure as a ladder, you can call this as an R2R ladder network. അപ്പോൾ ഇനി ഇതിന് ഈ ഒരു R2R ലാഡറിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. It's a very important circuit and also there is some peculiarity for this R2R. Now applying parallel combination of resistance, when you are taking the parallel combination of 2R and 2R, we get 1 by 2R plus 1 by 2R, which is equal to 2R common LCM. Then in the numerator you have 2R plus 2R, or which gives that is 4R divided by 2R. Can cancel this, so that get 2R, 2 here numerator. So 2R by R എന്ന് കിട്ടും അല്ലേ, 2R by R അല്ലേ. സോ ആക്ച്വലി ഇവിടെ നമുക്ക് കോമ്പിനേഷൻ കാണാം. ഇതിനകത്ത് 2R by 2R എന്ന് പറയുന്നത് ഡിനോമിനേറ്ററായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് LC എടുത്തുകൊണ്ട് ന്യൂമറേറ്ററിൽ യു ക്യാൻ ടേക്ക് ദിസ് 2R plus 2R അല്ല, ഇവിടെ ആക്ച്വലി കിട്ടുന്നത് നമുക്ക് 2 plus 2 4 എന്ന് കിട്ടും. 2 plus 2 4 എന്നാണ് കിട്ടുന്നത്. ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് 4 by 2R എന്ന് കിട്ടും. 4 by 2R നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ കിട്ടും, 2 by R. ആക്ച്വലി നമുക്ക് ഇതിനെ V by 2, അതായത് V by 2
എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് 2R ബൈ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം. ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സോ നമ്മളിവിടുന്ന് 1/r എന്ന് പറയുന്ന കോമ്പിനേഷൻ വെച്ചാണ് തുടങ്ങിയത്. ഞാനിത് ജസ്റ്റ് നെക്സ്റ്റ് പേജിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് സർക്യൂട്ടിൽ നിങ്ങൾ നോക്കുക. ഇത് 2R, ഇത് 2R. നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ 2R, കാരണം ഇത് ഗ്രൗണ്ടഡ് ആണ്. ഇത് ഒന്നെങ്കിൽ ഹൈ ആണ്, അല്ലെ ഗ്രൗണ്ട് വാല്യൂ വരാം. ഇവിടെ നമുക്ക് ഈ ബിറ്റ് എന്ന് പറയുന്നത്, സോ ഇത് ബൈനറി ആയതുകൊണ്ട് അത് ഡിജിറ്റൽ ഇൻപുട്ട് ആണെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ 1 ആകാം, അല്ലെ അത് 0 ആകാം. 0 ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൗണ്ട് ചെയ്യാം അല്ലേ. 0 ആണെങ്കിൽ ഗ്രൗണ്ട് ചെയ്യാം. ഹൈ ആണെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് +5 വോൾട്ട് എന്ന് പറയുന്ന ഒരു വോൾട്ടേജിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 1 എന്ന് ലോജിക് 1 എന്ന് പറയുന്നത് 5 വോൾട്ടും 0 എന്ന് പറയുന്നത് ഗ്രൗണ്ടുമായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ 0 കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നേരെ ഗ്രൗണ്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് ഈ 2Rഉം ഈ 2R എന്ന് പറയുന്നത് ബിക്കംസ് എ പാരലൽ. ഇവിടെ നോഡ് എ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. നോഡ് എ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it becomes a parallel combination of resistance. Already the terminal resistance that is 2R is grounded. One of the end is grounded. So ഇവിടെ നമുക്കത് ഗ്രൗണ്ട് എടുക്കാം. മറ്റേത് ഇവിടെ 0 കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഗ്രൗണ്ടിലാണ്. അങ്ങനെ ഉണ്ട് വി ഹാവ് എ പാരലൽ കോമ്പിനേഷൻ ഓഫ് 2R ആൻഡ് 2R. ഈ പാരലൽ കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനെ ഒരു R എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയണം. ഓക്കെ, ഈ നെറ്റ്വർക്കിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് R എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ കഴിയും. അതായത് ഇവിടെ 2R കോമ്പിനേഷനിൽ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്തൊന്ന് വരയ്ക്കുകയാണെങ്കിൽ സോ വാട്ട് ഈസ് ദി പാരലൽ കോമ്പിനേഷൻ ഓഫ് 2R ആൻഡ് 2R? 1/2R പ്ലസ് 1/2R, അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ 1/R ഇസ് ഈക്വൽ ടു 1/2R പ്ലസ് 1/2R എന്ന് കിട്ടും. 1/2R പ്ലസ് 1/2R, സോ വിച്ച് ഈസ് ഈക്വൽ ടു 2R. നമുക്ക് LC എടുക്കാം. then this becomes 1 plus 1 equal to 2/2R or equal to 1/R. സോ ഇൻ എഫക്റ്റ് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ ഇവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R എടുക്കാൻ വേണ്ടിയിട്ട് സോ ഇവിടെ നമുക്ക് കിട്ടിയത് 1/R ഈക്വൽ ടു 1/R എന്ന് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ ഉണ്ട് ഇതിൻ്റെ ടേക്ക് ദ റെസിപ്രോക്കൽ. സോ ദാറ്റ് ദി ഇഫക്റ്റീവ് ഇവിടെ ഇത് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി R ഇഫക്റ്റീവ് എന്ന് ഞാൻ R പാരലൽ എന്ന് കാണിക്കാം. നമുക്ക് R ഇഫക്റ്റീവ് എന്ന് ഞാൻ എഴുതാം. ഇഫക്റ്റീവ് R എന്ന് പറയുന്നത് R ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് R ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു R എന്ന് കിട്ടും. സോ ഇവിടെ ഈ R എന്ന് പറയുന്നത് ഇറ്റ്സ് ഡ്യൂ ടു ദ പാരലൽ നെറ്റ്വർക്ക്, ഡ്യൂ ടു ദ പാരലൽ നെറ്റ്വർക്ക്, ഡ്യൂ ടു ദി പാരലൽ നെറ്റ്വർക്ക് ഓഫ് 2R ആൻഡ് 2R. സോ 2Rഉം 2Rനെയും കൂടെ പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സർക്യൂട്ടിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ വരയ്ക്കാം. ഇതിൻ്റെ പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഇങ്ങനെ കിട്ടും നമുക്ക്. ദാറ്റ് ഈസ് ഇതിൻ്റെ നോഡ് എയിൽ നിന്നും നമുക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആയിരിക്കും പിന്നെ കിട്ടുക. കാരണം 2Rഉം പോയി അവിടെ, പകരം അവിടെ ഒരു R എന്ന് പറയുന്ന ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വന്നു. ഇപ്പോൾ നമുക്ക് സർക്യൂട്ട് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഒരു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഇതാണ് നോഡ് എ. കാരണം നേരത്തെ ഇത് ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതിലേക്കാണ് 2⁻0 നമ്മൾ ഒരു ബൈനറി ഇൻപുട്ട് നമ്മൾ കൊടുത്തത് അല്ലേ. ഇവിടെ ഇങ്ങോട്ടായിരുന്നു ഒരു ബൈനറി ഉണ്ടായിരുന്നത്, 2⁻0 എന്ന് പറയുന്ന ബൈനറി. അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ട് ഇവിടെ 2R ആയിരുന്നു, ഇവിടെയും 2R ആയിരുന്നു. ഈ 2R കോമ്പിനേഷനെ പാരലൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി അവിടെ? അത് ഈ പോയിന്റിൽ നിന്നും R എന്ന് പറയുന്ന ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയി മാറി.
അപ്പോൾ അത് ഇങ്ങനെ കൺവേർട്ടായി, നേരെ ഇങ്ങനെ കൺവേർട്ടായി. ഈ ഭാഗം പോയി, ഇത്രയേ ഉള്ളൂ. ഇനി സർക്യൂട്ട് സിമ്പിളായി. അപ്പോൾ ഇവിടെ ഇത് R എന്ന് പറയുന്ന ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസായി മാറി. അത് നേരെ ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ നോഡ് എയിൽ നിന്നും R വഴി നേരെ ടെർമിനൽ റെസിസ്റ്റൻസ് ഗ്രൗണ്ടിലേക്ക്, ടെർമിനൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R എന്നുള്ളൊരു വാല്യൂയിലേക്ക് എത്തി. ഇനി അതും അടുത്ത ഒരു റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, നോഡ് എ ആൻഡ് ബി വീണ്ടും R ആണ്. അത് നമുക്ക് സർക്യൂട്ടിൽ കാണാം ഓൾറെഡി. ഇവിടെ ഈ വാല്യൂ എന്ന് പറയുന്നത് ഈ ടെർമിനൽ റെസിസ്റ്റൻസ് 2Rഉം ഈ 2:0 ബ്രാഞ്ചിലേക്കുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആണ്. അപ്പോൾ ഈ 2Rഉം ഈ 2Rഉം കൂടെ പാരലൽ ചെയ്തിട്ടാണ് നമുക്ക് അത് R ആയത്. അപ്പോൾ എ എന്നുള്ള നോഡിൽ നിന്നും R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ്, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് വഴി ഗ്രൗണ്ടിലേക്ക് വന്നു. ഇനി അതും അടുത്ത എയും ബിയും തമ്മിൽ ഒരു R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അത് നമുക്ക് കാണിക്കാം, എയും ബിയും തമ്മിൽ കാണിക്കാം. പിന്നെ ബാക്കിയുള്ള പാർട്ട് ഇവിടെ എക്സാക്ട്ലി ഇത് തന്നെ വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് റിസൾട്ടൻ്റ് സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. എയും ബിയും തമ്മിൽ ഇവിടെ വീണ്ടും R. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും ഒരു ബ്രാഞ്ച് 2R, അത് നേരെ 2⁻1 എന്ന് പറയുന്ന ബ്രാഞ്ചാണ്, അടുത്ത ബൈനറി അല്ലെ MSB എന്ന് പറയാം. വീണ്ടും ഇത് തമ്മിൽ R എന്ന് പറയുന്ന ലാഡറിലുള്ള R എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡ് എ ആൻഡ് നോഡ് സി. വീണ്ടും നോഡ് സിയിൽ നിന്നും നെക്സ്റ്റ് MSBയിലേക്ക്, അടുത്ത MSB എന്ന് പറയുന്നത് 2⁻2 ആണ്. 2⁻2, സോ 2⁻2 ഇത് 2R ആണ്. വീണ്ടും നോഡ് സിയും നോഡ് ഡിയും തമ്മിൽ വീണ്ടും അടുത്ത റെസിസ്റ്റൻസ് R. ഇനി ഡിയിൽ നിന്നും നേരെ അടുത്ത ബ്രാഞ്ചിലേക്ക്, അതായത് അടുത്ത ബ്രാഞ്ച് എന്ന് പറയുന്നത് 2⁻3 എന്ന് പറയുന്ന MSB പൊസിഷനാണ്. 2⁻3 എന്ന് പറയുന്ന MSB പൊസിഷനിലേക്ക് 2R. ഓക്കെ, ഇനി ഇത് നേരെ നമ്മൾ ഔട്ട്പുട്ട് അനലോഗ് വോൾട്ടേജ് VA, ഇത് അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് മാറുക. അപ്പോൾ അവിടെ 0 എന്ന് പറയുന്നത് 2⁻0th ബ്രാഞ്ച്, അതായത് LSBയിലേക്ക് വന്നു കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ സർക്യൂട്ട് ലാഡർ സിംപ്ലിഫൈ ചെയ്ത് അതിനൊരു ഇക്വലൻ്റ് ഫോമിലേക്ക് നമ്മളിപ്പോൾ കൊണ്ടുവന്നു, അത് സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഇത് ഓൾറെഡി ഗ്രൗണ്ടഡ് ആണ്. ഇത് 2⁻0 എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഇത് ഗ്രൗണ്ട് ചെയ്യാം. ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2R റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാരലാകും. പാരലായി കഴിഞ്ഞാൽ അതിൻ്റെ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് R എന്ന് പറയുന്നതായി മാറും. ആ R എന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സർക്യൂട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്, ഈ കാണുന്ന R. അത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ടില്ല, കാരണം ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് R ആയത്. ഇനി അത് കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ പഴയതുപോലെ തന്നെ R ഉണ്ട്. ഇവിടെ ബിയിൽ നിന്നും 2⁻1ലേക്ക് 2R ഉണ്ട്. ബിയും സിയും തമ്മിൽ R ഉണ്ട്. സിയിൽ നിന്നും 2⁻2ലേക്ക് 2R ഉണ്ട്. ദെൻ സിയും ഡിയും തമ്മിൽ R ഉണ്ട്. ഡിയിൽ നിന്നും 2⁻3ലേക്ക് 2R ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഔട്ട്പുട്ട് നമുക്കിവിടെ VA എന്ന് പറയുന്ന അനലോഗ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ കൂടെ നമുക്ക് എടുക്കാം, കുറച്ചുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി. ഓക്കെ, സോ ഇത് ഇതിൻ്റെ ക്ലിയർ പിക്ചർ, അതിപ്പോൾ ഞാൻ ഈ വരച്ച സർക്യൂട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്ലിയർ ഫോട്ടോ കൂടെ വേണേൽ ഒന്ന് എടുത്തേക്കാം. അല്ലെങ്കിൽ എനിക്കൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, അത് നിങ്ങൾക്ക് വ്യക്തമാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ ഇതൊന്ന്
താത്തി വരയ്ക്കണോ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സോ അടുത്തത് ഈ സർക്യൂട്ടിൽ നിന്നും വീണ്ടും നമ്മൾ 2⁻1 എന്നുള്ള ഇൻപുട്ട് ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഈ R റെസിസ്റ്റൻസും ഈ R റെസിസ്റ്റൻസും സീരീസ് ആണ്. അപ്പോൾ R+R ബിക്കംസ് 2R. അപ്പം അങ്ങനെ ഉണ്ട്. ഇതിനെ വീണ്ടും ഞാൻ ഇങ്ങനെ വരയ്ക്കാം. R+R ബിക്കംസ് 2R എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതിനെ ടെർമിനൽ റെസിസ്റ്റൻസ് വീണ്ടും 2R എന്നുള്ളത് ഇവിടെ ഇങ്ങനെ R+R ബിക്കംസ്, ദാറ്റ് ഈസ് നോഡ് എക്കും ബിക്കും ഇടയ്ക്ക് ഒരു R ഉണ്ട്, എയും ഈ ഗ്രൗണ്ടും തമ്മിൽ ഒരു R ഉണ്ട്. ഈ ആറും സീരീസ് ആയതുകൊണ്ട് R+R നമുക്ക് അത് സീരീസ് വാല്യൂ 2R എന്ന് എടുക്കാം. അടുത്തത് ഇവിടെ നോഡ് എ ആണ്. നോഡ് എ അല്ല, സോറി, അവിടെ നോഡ് എ പോയി. നോഡ് എ ക്യാൻസൽ ചെയ്ത്, കാരണം നോഡ് എയുടെ ഇടയ്ക്കുള്ള വാല്യൂ ആണല്ലോ. ഈ ആറും കൂടെ എടുത്ത് ഞാൻ കമ്പൈൻ ചെയ്ത് ഇവിടെ വരച്ചു. ഇനി നോഡ് ബി മുതൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ നോഡ് ബി ആണ്. നോഡ് ബിയുടെയും നേരെ ബ്രാഞ്ച് എന്ന് പറയുന്നത്, അത് നമുക്ക് ഇങ്ങനൊരു ബ്രാഞ്ച് ഉണ്ട്, 2⁻1 എന്ന് പറയുന്ന ബ്രാഞ്ച്. 2⁻1 എന്ന് പറയുന്ന ബ്രാഞ്ച്, ഇതിൻ്റെ ഇവിടെയുള്ള റെസിസ്റ്റൻസ് 2R ആണ്. വീണ്ടും ഈ ബിയും സിയും തമ്മിൽ R ഉണ്ട്. സിയും അതിൻ്റെ 2⁻2 എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് 2R വാല്യൂ ഉണ്ട്. വീണ്ടും സിയും ഡിയിലേക്കും R ഉണ്ട്. ഡിയിൽ നിന്നും നേരെ 2⁻1 ബ്രാഞ്ചിലേക്ക് 2R ഉണ്ട്. ദെൻ ഇത് ഡി ആണ്. ഡിയിൽ നിന്ന് നേരെ അനലോഗ് വോൾട്ടേജ് VA ഔട്ട്പുട്ട്. ഇനി ഇതിനെ വീണ്ടും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. കാരണം ഇവിടെ ഇത് പഴയതുപോലെ തന്നെ നമുക്ക് കിട്ടി. ഇവിടെ ടെർമിനൽ അഥവാ ഗ്രൗണ്ടിലേക്ക് ടെർമിനൽ വാല്യൂ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2R ആണ്. അതുപോലെ 2⁻1 എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്കും 2R ആണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതേ രീതിയിൽ, അതായത് ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്ന എപ്പോഴാണ് ഇത് 0 എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ. കാരണം ഈ ബൈനറി ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ that can be 0 or that can be 1. So assuming that we are connecting a 0 at the 2⁻1 input, we can ground this terminal. അങ്ങനെ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ once again this 2R and this 2R becomes a parallel combination. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് 2R പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R ഇഫക്റ്റീവ് എന്ന് പറയുന്നത് R കിട്ടും. അത് R എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കിട്ടും. ഞാൻ നേരത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. R ഇഫക്റ്റീവ് അല്ലെ R പാരലൽ എന്ന് പറയാം. R പാരലൽ എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് R എന്ന് തന്നെ കിട്ടും പാരലൽ ചെയ്ത്. കാരണം 2Rനെയും പാരലൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ കാൽക്കുലേഷൻ അനുസരിച്ച് R എന്ന് തന്നെ കിട്ടും. ഈ R എന്ന് പറയുന്നത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് നേരെ ഇതിനെ ഇവിടെ ഈ റിസൾട്ട് തന്നെ ഇവിടെ ഉപയോഗിക്കാം. ഈ 2Rഉം പാരലൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും R കിട്ടും. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ട് തന്നെ ഇവിടെ വരച്ച സർക്യൂട്ടിന് സിമിലർ ആയിട്ട് തന്നെ ഞാൻ ഈ നോഡ് ബി എന്നുള്ള ഒഴിവാകും. പകരം ഇവിടെ ഈ ബിയിലേക്ക് ഈ ഒരു പോയിന്റ് ബി എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ ഒഴിവാകുള്ളൂ. ഈ ബി എന്നുള്ള പോയിന്റിലേക്ക് 2R പാരലൽ, അതായത് R എന്ന് പറയുന്ന ഈ രീതിയിൽ കിട്ടും. നമുക്കത് വരയ്ക്കാം. ഒന്ന് സർക്യൂട്ട് വരയ്ക്കാം. ഇവിടുന്ന് ഗ്രൗണ്ട്, ഇവിടെ R എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് കിട്ടും നമുക്ക്. ദെൻ ഇവിടെ നിന്ന് ഇവിടെ നോഡ് ബി ആണ്. ഇനി ബിയിൽ നിന്നും അടുത്ത ബ്രാഞ്ച് 2⁻1 ബ്രാഞ്ച് ഇല്ല, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. കാരണം ഈ 2⁻1 ബ്രാഞ്ചിലേക്കുള്ള 2Rഉം ഈ ടെർമിനലിലേക്ക് 2Rഉം കൂടെ പാരലൽ ചെയ്തപ്പോഴാണ് നമുക്കിവിടെ R എന്ന് പറഞ്ഞ് കിട്ടിയത്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടില്ല, അത് ഇവിടുന്ന് ഈ പാർട്ട് ഒഴിവായി, 2⁻1 പാർട്ട് ഒഴിവായി. അതിലുണ്ടായിരുന്ന 2Rനെയാണ് നമ്മൾ ഈ 2R കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇനി ബിയും സിയും തമ്മിൽ വീണ്ടും നമുക്ക് എന്താണുള്ളത്, R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. സോ ടേക്ക് ദിസ് R. ദെൻ ഫ്രം സി വി ഹാവ് ദിസ് ബ്രാഞ്ച്, ദാറ്റ് ഈസ് 2⁻2 branch. Then between B and C you can have R, and again from between C and D we can have another R, and from D to this input 2⁻1 input we have resistance 2R. ഇവിടെ ഇത് 2R ആണ്, ഇത് 2R ആണ്. ഇവിടെ സിക്കും ഡിക്കും ഇടയ്ക്ക് R ആണ്. ഡിയുടെ ഔട്ട്പുട്ടാണ്
വീണ്ടും വി എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനലോഗ് ഔട്ട്പുട്ട് അല്ലേ. ഇവിടെ അനലോഗ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ വീണ്ടും ഫർദർ സിംപ്ലിഫൈ ചെയ്ത് പോവാം. കാരണം വീണ്ടും ഇവിടെ ആറും സീരീസായി. ഇപ്പോൾ ഈ ആറും സീരീസ് ആയപ്പോൾ ദിസ് ബിക്കംസ് ആർ പ്ലസ് ആർ 2R. ഇപ്പോൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ മുന്നേ ചെയ്തതിൽ പോലെ തന്നെ ഇവിടെ നമുക്ക് അത് കമ്പൈൻ ചെയ്ത് വരയ്ക്കാം. സോ ദിസ് ഈസ് ഗ്രൗണ്ട് ആൻഡ് ആർ പ്ലസ് ആർ ബിക്കംസ് 2R. അങ്ങനെ ഉണ്ട്. ഇവിടെ ബ്രാഞ്ച് നോഡ് ബി എന്നുള്ള നമുക്ക് ഒഴിവാക്കാം. കാരണം ഈ ആറും കൂടി ചേർത്ത് ഇതിനെ ഒരുമിച്ച് 2R എന്ന് എഴുതി റീപ്ലേസ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത സി തൊട്ടാണ് വരുള്ളൂ. സി തൊട്ടേ അങ്ങോട്ടേക്കുള്ളൂ. അപ്പോൾ ഇവിടെ നോഡ് സിയിൽ നിന്നും ഈ ബ്രാഞ്ച് ഉണ്ട്. 2⁻² ബ്രാഞ്ചിലേക്ക് 2R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് വീണ്ടും സിക്കും ഡിക്കും ഇടയ്ക്ക് ആറുണ്ട്. ദെൻ ഡിയിൽ നിന്നും 2⁻1 ബ്രാഞ്ചിലേക്ക് 2R ഉണ്ട്. ഇവിടെ 2R. ദെൻ ഫൈനലി ഡിയിൽ നിന്നും, സോ ഇതാണ് ഡിയിൽ നിന്നും ഔട്ട്പുട്ട് അനലോഗ് വോൾട്ടേജ് വി എ. ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഓക്കെ. സോ ഇനി അടുത്തത് വീണ്ടും നമ്മൾ ഇതേപോലെ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ എഴുതിയ അതേ സ്റ്റെപ്സ് നമ്മൾ വീണ്ടും അതേ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ 2R പാരലലാണ് അല്ലേ. ഈ 2R പാരലൽ ആയതുകൊണ്ട് അതിൻ്റെ പാരലൽ കോമ്പിനേഷൻ എടുത്താൽ നമുക്ക് 6 കിട്ടും. അതായത് 2⁻² ഇൻപുട്ട് നമ്മൾ ഇതേപോലെ 0 എന്ന് അസ്യൂം ചെയ്ത് ഇത് ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6 കിട്ടും അല്ലേ. അവിടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 കിട്ടും. നമുക്ക് അതും കൂടെ ആ സർക്യൂട്ട് കൂടെ അടുത്ത പേജിൽ വരയ്ക്കാം. സോ ദിസ് ബിക്കംസ് ഗ്രൗണ്ടിൽ നിന്ന് ഇവിടെ ഒരു 6 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇക്വലൻ്റായിട്ട് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടി. അതായത് ഈ 2R കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ 6 കിട്ടി. അപ്പോൾ സിയിൽ നിന്നും 6 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വഴി നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് കൊടുക്കാം. അവിടെ ഈ ബ്രാഞ്ച് ഒഴിവായി, 2⁻² ബ്രാഞ്ച് ഒഴിവായി അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വരയ്ക്കാം. സിയിൽ നിന്നും നേരെ 6 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വഴി ടെർമിനൽ ഇങ്ങനെ കിട്ടാം. ഇവിടെ 6 കിട്ടി. ഇനി സിക്കും ഡിക്കും ഇടയ്ക്ക് അടുത്ത 6. ദെൻ ഡിയിൽ നിന്നും അടുത്ത ബ്രാഞ്ച്, അത് 2⁻³ എന്ന് പറയുന്ന ബ്രാഞ്ച്, അത് റെസിസ്റ്റൻസ് വാല്യൂ 2R. ദെൻ ഇവിടുന്ന് നമ്മുടെ അനലോഗ് വോൾട്ടേജ് വി എ. ഓക്കെ, ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെ നമുക്ക് കാണാം R പ്ലസ് ആർ ദാറ്റ് ബിക്കംസ് 2R ആൻഡ് ഹിയർ ദി ബ്രാഞ്ച് ഇസ് 2R. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിനെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു നെറ്റ്വർക്കിലേക്ക് ഫൈനലി എത്തും. അതായത് ഇതിൻ്റെ ഫൈനൽ ഫോം എന്ന് പറയുന്നത് ഈ വിധത്തിൽ വരയ്ക്കാം. വീണ്ടും ആറും കമ്പൈൻ ചെയ്ത് അത് 2R ആയി. ഇതാണ് നോഡ് ഡി. ഇവിടുന്ന് വീണ്ടും അതിൻ്റെ ബ്രാഞ്ച് എടുത്താൽ 2⁻³ എന്ന് പറയുന്ന ബ്രാഞ്ചിലേക്ക് 2R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഇതിൻ്റെ ഔട്ട്പുട്ട് നേരെ വി എ എന്ന് പറയുന്ന അനലോഗ്. ദിസ് കംപ്ലീറ്റ്സ് അവർ സിംപ്ലിഫിക്കേഷൻ. ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. ഇനി നമുക്കിവിടെ പ്ലസ് വി എന്ന് പറയുന്ന വോൾട്ടേജ് ഇവിടെ നമുക്ക് ഇതിൻ്റെ റെഫറൻസ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ 2⁻³ അഥവാ ഈ ഇൻപുട്ടിൽ നമുക്ക് ഒരു വോൾട്ടേജ്, സപ്പോസ് ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യാൻ, പ്ലസ് വി എന്ന് പറയുന്ന വോൾട്ടേജ് അപ്ലൈ ആണ്. അതൊരു ബൈനറി വോൾട്ടേജാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് +5 TTL വോൾട്ടേജ് ലെവൽ +5 എന്ന് പറയുന്നത് +5 വോൾട്ട് നമുക്ക് വേണം കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഒരു പ്ലസ് വി എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് എടുക്കുകയാണ്. അത് പ്ലസ് വി എന്നുള്ളത് നമുക്ക് ഏത് എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ബൈനറി 1 എന്ന് പറയുന്ന ലോജിക് 1 എന്ന് പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്
ഇവിടെ ലോജിക് 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ +5 വോൾട്ട് എടുക്കാം. ലോജിക് 0 എന്ന് പറയുന്നത് 0 വോൾട്ട് എന്ന് എടുക്കാം. അങ്ങനെ ഈ +V എന്നുള്ളത് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് +5 വോൾട്ട്. ഇവിടെ ഇത് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് +5 വോൾട്ട്. അങ്ങനെ ഇവിടെ 2R എന്ന് പറയുന്ന ഈ നെറ്റ്വർക്ക് ഇവിടെ ഇത് ആക്ച്വലി ഇത് 2⁻³ എന്ന് പറയുന്ന ബ്രാഞ്ച് ആയിരുന്നു അല്ലേ. ഈ കാണുന്ന ബ്രാഞ്ചാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് 2R എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് ദ 2⁻³ ബ്രാഞ്ച്. വലീദ് ഗുഡ് മോർണിംഗ്. ഇവിടെ ഞാൻ ചെറുതായിട്ട് കാണിക്കാം. 2⁻³ എന്ന് പറയുന്ന ബ്രാഞ്ചായിരുന്നു അത്. കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഇനി ഇതിൻ്റെ നേരെ D എന്ന് പറയുന്ന ഈ നോഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് 2R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇത് നേരെ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നമുക്ക് കിട്ടാം. ഇത് നേരെ ഔട്ട്പുട്ട് VA എന്ന് പറയുന്ന അനലോഗ് വോൾട്ടേജ്. അപ്പോൾ ഇവിടെ 0 ഉദാഹരണത്തിന് 0 MSB ആണ് ഈ കാണുന്ന 2⁻³ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇങ്ങനെ എടുക്കാം. 2⁻0 എന്ന് പറയുന്നത് 2⁻0 LSB, 2⁻0 പൊസിഷൻ, 2⁻1 പൊസിഷൻ, 2⁻2 പൊസിഷൻ, 2⁻3 പൊസിഷൻ. 2⁻0 പൊസിഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. 2⁻3 എന്ന് പറയുന്നതാണ് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് പൊസിഷൻ. അപ്പോൾ നമുക്ക് ഇനീഷ്യലി നമുക്ക് പാറ്റേൺ തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങാം. 0 0 0 0, അടുത്ത് 0 0 0 1, അടുത്തത് 0 0 1 0, അടുത്ത 0 1 0 0. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിറ്റ് കോമ്പിനേഷൻ പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ എടുക്കാൻ കഴിയുക? നമുക്ക് സപ്പോസ് ഇവിടെ ഈ ഉദാഹരണത്തിൽ ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്നത് 2⁻3 ഇൻപുട്ടിൽ നമ്മൾ +V അഥവാ +5 വോൾട്ട് അഥവാ 1 എന്ന് ലോജിക് 1 എന്ന് കൊടുക്കാം. ഇവിടെ ലോജിക് 1 ആയിക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2⁻3 ബിറ്റ് പൊസിഷനിൽ, അത് MSB പൊസിഷനിൽ നമ്മൾ 1 എന്ന് പറയുന്ന ലോജിക് എടുക്കുന്നു. ബാക്കി റിമൈനിങ് ഒക്കെ 0 ആണ്. കാരണം അതെല്ലാം ആ ഇൻപുട്സൊക്കെ ഗ്രൗണ്ടഡാണ്. നേരത്തെ ഈ ഇലസ്ട്രേഷനിൽ കാണിച്ചതുപോലെ ഇവിടെ ഓരോന്ന് ഗ്രൗണ്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ ഇതിന് മുന്നത്തേതിൽ ഇതൊക്കെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയാണ്. ഈ ഗ്രൗണ്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ 0 0 0 എന്നാണ് അവിടെ വന്നത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ 2⁻3 ഇൻപുട്ടിൽ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതായത് +V നമുക്ക് എടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഈ വോൾട്ടേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. കാരണം ഇവിടെ +5 വോൾട്ട് എന്നുള്ള V എന്ന് പറയുന്ന ഒരു ഒരു സർട്ടൻ വോൾട്ടേജാണ്. ആ സർട്ടൻ വോൾട്ടേജിൽ നിന്ന് +5 വോൾട്ട് ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്ക് 2R നെറ്റ്വർക്ക് വഴി നേരെ ഇങ്ങോട്ടേക്ക് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ബിക്കംസ് എ പൊട്ടൻഷ്യൽ ഡിവൈഡ് നെറ്റ്വർക്കാണ്. അതായത് ഇതിൻ്റെ ഇക്വലൻ്റ് നമുക്കിങ്ങനെ എടുക്കാം. ഇതിനെ ഒന്നുകൂടെയും വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. +V വോൾട്ട്, ഇവിടെ നിന്നും ഒരു 2R നെറ്റ്വർക്ക്, ഇവിടെ ഒരു ജംഗ്ഷൻ, ഇതാണ് ഔട്ട്പുട്ട്. അടുത്തൊരു 2R നെറ്റ്വർക്ക്, ഇത് ഗ്രൗണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ ഇപ്പുറത്ത് വരച്ചിരിക്കുന്ന ഈ സർക്യൂട്ടിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വരച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത് ഇപ്പുറത്ത് വലത്തെ ഷഫ്ന ഷെറിൻ ഹൈ ഗുഡ് മോർണിംഗ്. ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ നിന്നുള്ളതാണ് നമ്മൾ VA എന്ന് പറയുന്ന അനലോഗ് വോൾട്ടേജ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നോഡ് Dനെ ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ കാണിച്ചേക്കാം. ഇതാണ് ഇവിടെ നോഡ് D എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വോൾട്ടേജ് VA എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഈ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 2R ആണ്. ഇതും 2R ആണ്. അങ്ങനെയുണ്ട് ദിസ് ഫോംസ് എ പൊട്ടൻഷ്യൽ ഡിവൈഡർ നെറ്റ്വർക്ക് ആൻഡ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദിസ് 2R അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് ടോട്ടൽ ഇതിലുള്ള ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് V എന്ന് തന്നിട്ടുണ്ട്. ഈ Vയിൽ നിന്നും നേരെ നമുക്കിവിടെ കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്ത് ഇങ്ങനെ ഈ നെറ്റ്വർക്കിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ. സപ്പോസ് V എന്ന് പറയുന്ന വോൾട്ടേജിൽ നിന്നും ഇവിടെ 2R വഴി നേരെ 2R റെസിസ്റ്റൻസ് വഴി വീണ്ടും 2R റെസിസ്റ്റൻസ് വഴി ഗ്രൗണ്ടിലേക്ക്. അങ്ങനെ ഇതാണ് കറണ്ടെങ്കിൽ ഈ വോൾട്ടേജ് എന്തായിരിക്കും? ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 2Rൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ദ റെസിസ്റ്റൻസ് 2R. അതായിരിക്കും ഇവിടെ VA കിട്ടുക, ഔട്ട്പുട്ട് അനലോഗ് വോൾട്ടേജ് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഒരു കറണ്ട് നമുക്ക് എടുക്കാം. സപ്പോസ് ദിസ് ഇസ് ദ കറണ്ട് ലെറ്റ് ഇറ്റ് I be the current. Then simply we can find out the voltage VA
ഈക്വൽ ടു ദിസ് ഐ ഇൻറ്റു 2R. അതായിരിക്കും വി എ എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടുക. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ കേസിലും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വി എ എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാഡർ നെറ്റ്വർക്കിൻ്റെ പ്രത്യേകത. ഇനി മറ്റുള്ള കേസുകൾ വരുന്ന സമയത്ത് ഇവിടെ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഗ്രൗണ്ട് വരുന്ന കേസിലാണ് ഇപ്പോൾ ഇങ്ങനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് എപ്പോഴും എല്ലാ ഇൻപുട്ടും ബ്രാഞ്ചുകളും ഗ്രൗണ്ട് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 2�3 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ 2�3 എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഞാൻ ചെറിയൊരു ഇപ്പുറത്ത് എഴുതിപ്പോയപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഇങ്ങോട്ടേക്ക് ഇത് 3 തിരിഞ്ഞാണിത്. ഇത് 2�3 ഇവിടെയാണ്. 2�3, 2�2, 2�1. ഇവിടെ 2�3 ഇവിടെ, 2�2 ഇവിടെ, ഇവിടെ ഇതും 2�3, 2�3 ഇവിടെ, ഇവിടെ 2�2. ഓക്കെ. സോ ഇനി ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഈ ഇൻപുട്ടുകൾ ഗ്രൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഹൈ ആയിരിക്കാം, ലോജിക് 1 ആയിരിക്കാം, അതായത് നേരത്തെ എടുത്തൊരു +V വോൾട്ട് ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ നെറ്റ്വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതിൻ്റെ വോൾട്ടേജും കണ്ടുപിടിക്കാം. അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്നുള്ളത് നമുക്ക് നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടെ ഇതിനനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ ജനറലൈസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും? വി എ ഈക്വൽ ടു V/4 എന്ന് കിട്ടാം, +V/4 എന്ന് കിട്ടാം. വി എ ഈക്വൽ ടു +V/2 എന്ന് കിട്ടാം. ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ ദി പർട്ടിക്കുലർ ബ്രാഞ്ചസ് ആർ പോസിറ്റീവ് ആർ മാക്സിമം വോൾട്ട് ഓർ അറ്റ് ഗ്രൗണ്ട്. നമുക്ക് ഈ ബ്രാഞ്ചുകൾ ഇവിടെ മാക്സിമത്തിലാണോ, അതായത് വി എന്ന് പറയുന്ന വോൾട്ടേജിലാണോ അല്ലെ ഗ്രൗണ്ടിലാണോ എന്നനുസരിച്ച് നമുക്ക് ഈ കിട്ടുന്ന വി എനെ നമുക്ക് ഈ കൊടുക്കുന്ന വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ആണ്. നേരത്തെ ഞാൻ +V വോൾട്ട് എന്നാണ് ഞാൻ ഓരോന്നിലും കാണിച്ചിരിക്കുന്നത്. +V വോൾട്ട് എൻ്റെ എത്ര പ്രൊപ്പോർഷനിൽ അത് വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കാണിക്കാൻ കഴിയും. അതിൻ്റെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് വി എ കിട്ടുന്നതെന്നുള്ള വോൾട്ടേജിൻ്റെ +V വോൾട്ടേജിൻ്റെ ടേംസിൽ ഇവിടെ കിട്ടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വി എ ഈക്വൽ ടു ഈ കറണ്ട്, ഇഫക്റ്റീവ് കറണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ദ റെസിസ്റ്റൻസ് എന്നുള്ള എടുത്തു. അപ്പോൾ ഇവിടെ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വീണ്ടും നമുക്ക് ഇങ്ങനെ എടുക്കാം. I is equal to V/R. So V/ total voltage divided by the total resistance, that is 2R plus 2R. കാരണം ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 2R വാല്യൂം ഈ 2R വാല്യൂം ഈ 2R വാല്യൂം. അങ്ങനെ ഉണ്ടെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് വിനെ ടോട്ടൽ വോൾട്ടേജ് വിനെ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് ഇവിടെ 2R സീരീസ് ആണ്. സോ ദാറ്റ് ബിക്കംസ് 2R plus 2R. സോ ടോട്ടൽ റെസിസ്റ്റൻസ് is equal to 2R plus 2R or which is equal to 4R അല്ലേ. ഇപ്പോൾ ഇവിടെ 4R എന്ന് കിട്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ 4R എന്ന് കിട്ടിയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈക്വൽ ടു V ഡിവൈഡ് ബൈ മാക്സിമം വോൾട്ടേജ് V ആണ്, +V എന്ന് എടുക്കാം. പോസിറ്റീവ് വോൾട്ടേജ് ആണ് +V എന്ന് എടുക്കാം. സോ ദാറ്റ് ബിക്കംസ് +V ഡിവൈഡഡ് ബൈ 4R. ഈ 4R എന്നുള്ളത് നമുക്ക് അതൊരു റേഷ്യോയുടെ ടേംസിൽ, അത് നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രൊപ്പോർഷനിലാണ് പറയുന്നത്. സോ 2R plus 2R which is equal to 4R, or we can say that the proportion of this voltage is equal to V/4 plus V/4. ഓക്കെ, V/4 എന്ന് കാണിക്കാം. ഇവിടെ ന്യൂമറേറ്റർ നമുക്ക് ഈ പറഞ്ഞ പോലെ
കാരണം ഇതിനകത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എ എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജാണ്. അതെങ്ങനെ കണക്കാക്കാം? ഇത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ നമുക്കിത് കിട്ടും. ഈ വി പ്ലസ് വി ബൈ 4R എന്നെടുത്തു. ഇനി കറണ്ട് പ്ലസ് വി ബൈ 4R എങ്കിൽ ഇവിടെ വോൾട്ടേജ് വി എ എന്താണെന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ വി എ എന്ന് പറയുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ദിസ് വി എ ഈസ് ഈക്വൽ ടു the current, current ഇവിടെ I is the total current flowing through the potential divider network. This current I multiplied by the resistance 2R. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. വി എ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. വി എ ഈക്വൽ ടു ഐ ഇൻറ്റു 2R ഓർ വി എ ഇസ് ഈക്വൽ ടു ഐ. നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇവിടെ ഇതെടുക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 1. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് I is equal to plus V by 4R എന്നുള്ളതാണ് ഇക്വേഷൻ നമ്പർ 1 അല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഐയുടെ വാല്യൂ ഈക്വൽ ടു പ്ലസ് വി ബൈ 4R എന്നുള്ളത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് പ്ലസ് വി ബൈ 4R മൾട്ടിപ്ലൈഡ് ബൈ ന്യൂമറേറ്റർ 2R. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ആറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദിസ് ബിക്കംസ് 2 or which is equal to so this is equal to 2R divided by 2R divided by ഒന്നുകൂടെ ബ്രാഞ്ച് നമുക്ക് നോക്കാം. ടു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 2R എന്നാണ് കിട്ടുക. 2R ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 2R. നമ്മളിപ്പോൾ എക്സാമ്പിൾ എടുത്തത് എം എസ് ബി 1ഉം ബാക്കി റിമൈനിങ് ബിറ്റ്സ് 000 എന്നാണ്. അപ്പോൾ നെറ്റ്വർക്കിൽ അതിനനുസരിച്ച് ഇവിടെ ഇത് ഹൈയും ബാക്കി റിമൈനിങ് ഇൻപുട്സ് 0 ആവുന്ന സമയത്ത് ഇവിടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൽ 2R വരും. ഇവിടെ 0 ആവുന്ന സമയത്ത് ഇതെല്ലാം ഇഫക്റ്റീവ്ലി 2R ആയിട്ട് മാറും. അപ്പോൾ അവിടെ 2R plus 2R 4R. ഡിനോമിനേറ്ററിൽ 4R വരും. ഡിനോമിനേറ്ററിൽ നമുക്ക് 4R നമുക്ക് ഡിനോമിനേറ്റർ വരും. ന്യൂമറേറ്ററിൽ ശരിയാ. അപ്പോൾ ഇത് കിട്ടുന്നത് നമുക്ക് പ്ലസ് വി ബൈ 2 എന്ന് കിട്ടും. സോ ദിസ് വിൽ ബി ക്യാൻസൽഡ് ഓർ ദിസ് ബിക്കംസ് ഞാനിത് ഇവിടെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാണിത് ഐ ഇൻറ്റു 2R. സോ വിച്ച് ഇസ് ഐക്ക് നമ്മൾ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ ഈസ് ഈക്വൽ ടു പ്ലസ് വി ബൈ 4R എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് plus V by 4R into numerator 2R. So you can cancel this and you get plus this is equal to plus V by 2 എന്ന് കിട്ടും. plus V by 2. അപ്പോൾ V A equal to plus V by 2 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇതേപോലെ നമുക്ക് മറ്റ് കേസുകളിലും ഓരോ ബൈനറി വാല്യൂ കൊടുക്കുന്നതനുസരിച്ചും ഇവിടെ അതത് ബ്രാഞ്ചുകളിൽ നമ്മൾ ബൈനറി വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഒരു ഇക്വലൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. ഇതൊരു ഇക്വലൻ്റ് സർക്യൂട്ട് നമുക്ക് കിട്ടും.
ആ ഇക്വലൻറ്റ് സർക്യൂട്ട് വെച്ച് നമുക്ക് VA എന്ന് പറയുന്ന വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ പ്രകാരം തന്നെ. അപ്പോൾ അത് അടുത്ത സ്റ്റേജിൽ നമുക്ക് ഇവിടെ +V/4 ആണ് കിട്ടുമെങ്കിൽ അടുത്ത സെക്കൻഡ് MSB കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത് +V/4 എന്നുള്ള കാൽക്കുലേഷനിലെത്തും. അങ്ങനെ അടുത്തത് +V/4 എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റേജിൽ അത് +V/8 ആകും. അടുത്തത് അങ്ങനെ പോവുകയാണെങ്കിൽ +V/16 ആകും, പിന്നെ +V/32 ആകും. അങ്ങനെ ഉണ്ട് ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ടേബിൾ ബൈനറി ലാഡർ ഔട്ട്പുട്ട് വോൾട്ടേജസ് ആണ് അടുത്ത ഫിഗർ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ടേബിൾ കാണാം. So this table shows the binary ladder output voltages. Okay, and for each bit position and the corresponding binary weight. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത +V/2 എന്ന് പറയുന്നത് ഇതാണ്. MSB പൊസിഷനിലാണ് നമ്മൾ കാൽക്കുലേറ്റ്. ബിറ്റ് പൊസിഷൻ MSB ഹൈ ആയിരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ കിട്ടിയത് V+V/2 എന്നാണ്. MSB 1 ആവുന്ന സമയത്ത് അത് 2⁻³ എന്നുള്ളതാണ് MSB എടുത്തത്. 1 ആവുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വോൾട്ടേജ് ആണ് +V/2. ആ +V/2 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്ത് ഇതേപോലെ തുടരുകയാണെങ്കിൽ സെക്കൻഡ് MSB കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/4 ബൈനറി വെയിറ്റ് 1/4 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക V/4 എന്നാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/2, സെക്കൻഡ് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/4, തേർഡ് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/8, ഫോർത്ത് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/16, ഫിഫ്ത്ത് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/32, സിക്സ്ത് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/64, സെവൻത്ത് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് V/128. നമുക്ക് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു V/2⁻n. ഇപ്പോൾ ഇവിടെ എത്ര ബിറ്റാണോ അത്രയും ബിറ്റിനനുസരിച്ച് ഇവിടെ എന്നിൻ്റെ വാല്യൂ നോക്കാം. സപ്പോസ് നമുക്ക് 2 ബിറ്റാണ് ഉള്ളതെങ്കിൽ ദിസ് n = 2 ആണ്. അങ്ങനെ ഉണ്ട് V/2⁻², ദാറ്റ് ഈസ് 4, V/4. ഈ ലെവൽ വരെ കിട്ടുള്ളൂ. ഇത്രയും വരെ നമുക്ക് കിട്ടുള്ളൂ 2 ബിറ്റ് ഉപയോഗിച്ചിട്ട്. ഇനി അത് 3 ബിറ്റാണെങ്കിൽ V/8 വരെയും കിട്ടും. ഇനി അത് 4 ബിറ്റാണെങ്കിൽ V/16 വരെയും കിട്ടും. അത് 5 ബിറ്റാണെങ്കിൽ 32 വരെയും കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സ് എന്നുള്ളത് നമുക്ക് ലാഡറിലും അതേപോലെ നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ബൈനറി ലാഡർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഒറിജിനൽ ബൈനറി ലാഡർ എന്ന് പറയുന്ന ഫിഗർ ഇതാണ്. ഇവിടെ 4 ബിറ്റാണ് അല്ലേ. 2⁻0, 2⁻1, 2⁻2, 2⁻3. ഇത് 4 ബിറ്റ് ആയതുകൊണ്ട് ഇവിടെ മാക്സിമം പോസിബിൾ എന്ന് പറയുന്നത് 2⁻4 ആണ്. അപ്പോൾ 2⁻4ന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇതാണ് 2⁻4ന് ഇക്വലൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന 16, ഫോർത്ത് MSB വരെ V/16 വരെ നമുക്ക് കിട്ടും. V/16 വരെ അവിടെ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം അതാണ്. അപ്പം ഫോർത്ത് MSBക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ V/16, അതായത് MSB ബിറ്റ് തുടങ്ങുന്നത് എപ്പോഴും V/2 എന്ന് തന്നെയാണ്. അതിന് സെക്കൻഡ് MSB V/4, തേർഡ് MSB V/8, ഫോർത്ത് MSB വരെ നമുക്ക് ഉള്ളൂ. ഇവിടെ V/16 വരെ നമ്മൾ ഇപ്പോൾ കാണിച്ച ബൈനറി ലാഡറിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതിൽ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലാഡറിൻ്റെ ബ്രാഞ്ചുകൾ വീണ്ടും ഇൻക്രീസ് ചെയ്യണം. ഇതിൽ കാണുന്ന ഈ ലാഡറുകളുടെ എണ്ണം കൂട്ടിയാൽ മതി. അതായത് ഈ 2R1 വീണ്ടും നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2⁻3ക്ക് വരും. ദാറ്റ് ബിക്കംസ് 2⁻4, ദെൻ 2⁻3, ദെൻ 2⁻2, ദെൻ 2⁻0. അങ്ങനെ 5 ബിറ്റായി, 5 ബിറ്റ് ലാഡറായി. ഇനി അത് 6 ബിറ്റ് ആക്കണമെങ്കിൽ ഇവിടെ നമുക്ക് നേരെ തുടങ്ങാം. 2⁻5 എന്ന് തുടങ്ങാം. 2⁻5, ദെൻ 2⁻4, ദെൻ 2⁻3, ദെൻ 2⁻2, ദെൻ 2⁻1, ദെൻ 2⁻0. അപ്പോൾ അത് 5 ബിറ്റായി. ഇനി അത് 6 ബിറ്റ് ആക്കാം, 8 ബിറ്റ് ആക്കാം. അങ്ങനെ ലാഡർ നമുക്ക് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എത്ര വേണേലും. എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ ഇതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ സെയിം ആണ്, കാൽക്കുലേഷൻസും സിമിലർ ആണ്. ഇവിടെ കാണിച്ച കാൽക്കുലേഷൻ പോലെ തന്നെയാണ് ഇവിടെ വീണ്ടും വരിക. ആ കാൽക്കുലേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഈക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. പാരലൽ കോമ്പിനേഷൻ ഇവിടെ ഇതേപോലെ R effective നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
അതിൽ നിന്ന് നമുക്ക് ഈ ലാഡറിൻ്റെ വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആ വോൾട്ടേജ് എന്ന് പറയുന്ന ഈ വിധത്തിൽ കിട്ടും. ഈ പറയുന്ന പ്രൊപ്പോർഷനിലായിരിക്കും കിട്ടുക. ദാറ്റ്സ് ഒരു പ്രൊപ്പോർഷൻ എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ V/2, V/4, V/8, V/16 ഇത് അതിൻ്റെ പ്രൊപ്പോർഷൻ ഓഫ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുള്ളതാണ് കാണിക്കുക. അപ്പോൾ ഇവിടെ വി എന്ന് പറയുന്ന നമ്മൾ എന്താ പറയുക ലാഡറിൻ്റെക്കുള്ള ഇൻപുട്ട് മാക്സിമം ബൈനറി വോൾട്ടേജ് E+V എന്ന് പറയുന്നതാണ് ഇവിടെ വി എന്ന് പറയുന്നത്. ആ വി എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് വോൾട്ടേജാണ് VA എന്ന് പറയുന്നത്. ആ VA എന്ന് പറയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഈ ഇൻപുട്ട് ബൈനറി വോൾട്ടേജിന് ഒരു പ്രൊപ്പോർഷനേറ്റായിട്ട് നമുക്ക് കിട്ടുക. V/2 MSB എന്ന് പറയുന്നത് V/2, സെക്കൻഡ് MSB എന്ന് പറയുന്നത് V/4, തേർഡ് MSB എന്ന് പറയുന്നത് V/8, ഫോർത്ത് MSB എന്ന് പറയുന്നത് V/16. ഇങ്ങനെ ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദാറ്റ് വിൽ ബി സം പ്രൊപ്പോർഷൻ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഈസ് +V. ആ +V ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പ്രൊപ്പോർഷനായിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് VA will be a proportion of the input voltage plus V. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താം തൽക്കാലം. ഈ ലാഡർ നമ്മൾ മനസ്സിലായി. ഇനി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്കൊരു ഓവർലാപ്പിംഗ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ് കുറച്ച് കടന്നുപോയി, 4 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് ഇയർ ക്ലാസ് ടൈമാണ്. ഞാനതൊന്ന് അവരൊന്ന് എൻഗേജ് ചെയ്യട്ടെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് ചെറിയൊരു ക്ലാസ് കഴിയാനായിട്ട് ഇത്തിരി 5 മിനിറ്റ് വൈകി. അതാണ് ഞാൻ മീറ്റ് സെഷൻ കുറച്ചൊന്ന് വൈകിപ്പോയി 5 മിനിറ്റ്. അപ്പം ഞാനിന്ന് പ്രസൻറ്റ് വിളിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് വീഡിയോ ലിങ്ക് ഞാൻ ഇപ്പം ഹാങ് ഔട്ടിൽ പോസ്റ്റ് ചെയ്യാം. സോ യു ക്യാൻ ജോയിൻ ദ യൂട്യൂബ് ലൈവ് ലിങ്ക്. ഇതിൽ ഇപ്പോൾ ജോയിൻ ചെയ്തവർ അല്പം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ഞാൻ ഇന്ന് പ്രസൻറ്റ് വിളിക്കുന്നില്ല, ടൈം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്. സോ ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തവരുടെ അറ്റൻഡൻസ് ഇവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്, റെക്കോർഡഡ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ മീറ്റ് സെഷൻ എൻഡ് ചെയ്യുന്നില്ല. ഐ വിൽ ഷെയർ ദ വീഡിയോ ലിങ്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ഒന്ന് മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് റെസ്പോണ്ട് ചെയ്യുമോ? കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ ഒരു 1 or 2 minutes കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യാം. ലിങ്ക് നിങ്ങൾ ഹാങ് ഔട്ടിലുണ്ട്. അത് ഹാങ് ഔട്ടിലും ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്. യൂട്യൂബ് ലൈവ് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അറ്റൻഡൻസ് ഞാൻ മീറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്ക് മീറ്റ് സെഷനിൽ വേറെ മറ്റൊന്നും സംസാരിക്കാൻ ഇല്ല തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഥവാ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ഔട്ടിൽ ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെ എന്നെ വിളിക്കുകയോ ചെയ്യാം. ഞാൻ ചെറിയൊരു ഇന്ന് മീറ്റ് സെഷനിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ചെറിയൊരു തിരക്കിലാണ് ഞാൻ. യു ക്യാൻ യുവർ അറ്റൻഡൻസ് ഈസ് റെക്കോർഡഡ് ആൻഡ് യു ക്യാൻ ജോയിൻ ദി യൂട്യൂബ് ലൈവ് ലിങ്ക്.
അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ലൈവ് ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാങ് ഔട്ടിലും ക്ലാസ് റൂമിലും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലൈവ് സെഷൻ യൂട്യൂബ് ലൈവ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് യൂട്യൂബ് വീഡിയോ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസ് റെക്കോർഡായിട്ടുണ്ട്. ഞാൻ മീറ്റ് സെഷൻ എൻഡ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ജോയിൻ ചെയ്തവരുടെ അറ്റൻഡൻസ് ഇവിടെ റെക്കോർഡായിട്ടുണ്ട്. താങ്ക് യു.